ഹലോ മക്കളെ, നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ ജെയ് മെയിൻസ് എക്സാമാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചെഴുതുക. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടാണെന്ന് വിചാരിക്കുന്നു. കോൺഫിഡൻസോടുകൂടി എഴുതുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ വരുന്ന 27-ാം തീയതി നടക്കാൻ പോകുന്ന ജെയ് എക്സാമിന് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഫൈനലി നമ്മളെ ജെയ് എക്സാം ഇതാ എത്തിക്കഴിഞ്ഞു. മാസങ്ങളായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇതിൻ്റെ ഫൈനലായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓക്കെ, നന്നായിട്ട് എക്സാം എഴുതി നല്ല സ്കോർ ഉണ്ടാവട്ടെ. ഓക്കെ, all the best. Wishing you all the best for your upcoming JEE exam. You are the best and unique on this globe. No one was born to beat you and no one will ever be born because everyone's DNA sequence is different. You are the best. Okay? So be confident and perform well. നമ്മൾ JEE എക്സാമിന് മുമ്പിലാണ് നിൽക്കുന്നത് അല്ലേ? നിങ്ങൾ നെർവസ് അല്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. എടാ, നമ്മളെ ടൈമും എഫേർട്ടും 100% ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. നല്ല ധൈര്യത്തോടെ പോയി എക്സാം എഴുതുക, കോൺഫിഡൻസോടെ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഈ സെഷൻ തന്നെ ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എക്സാം എഴുതുക. എല്ലാവിധ വിഷയസും എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ. സോ ഫൈനലി നമ്മുടെ ജെയ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ? സോ യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളായി വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് എല്ലാവരും എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എടാ, ജെയ് എഴുതാൻ പോകുന്ന മുഴുവൻ കുട്ടികളോടും എനിക്ക് ഒരൊറ്റ ഉപദേശം മാത്രമേ ഉള്ളൂ. ദയവേത് നിങ്ങൾ കറക്കി കുത്തരുത്. കറക്കി കുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് NIT കാലിക്കറ്റ് കിട്ടും. സോ അങ്ങനെ തന്നെ എഴുതാം. ഓൾ ദ ബെസ്റ്റ്.